ഗുഡ് മോർണിംഗ് ഓൾ. കേക്കാവോ? കേൾക്കാം മാം കേൾക്കാം. കേൾക്കാം. ഗുഡ് മോർണിംഗ് കേൾക്കാം. ഗുഡ് മോർണിംഗ്. അപ്പൊ ഒത്തിരി സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതില്. എൻ്റെ പേര് ജിഷ. ഞാൻ എറണാകുളത്താണ്. ഞാനൊരു കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ആണ്. അതുപോലെ ഒരു റെമഡിയൽ ട്രെയിനറാണ്. ORC ട്രെയിനർ കൂടിയാണ്. ഗുഡ് മോർണിംഗ് ശ്രീകല. സൗമ്യ, മനോജ്, ഗുഡ് മോർണിംഗ്. അപ്പൊ ഇന്നത്തെ എന്റെ സബ്ജക്റ്റ് എന്താണെന്ന് അറിയാവോ? ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നോ? ഇന്നത്തെ എന്റെ സബ്ജക്റ്റ് ഞാൻ തന്നെ പറയാം. സൈക്കോളജിക്കൽ ടിപ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ നിഷ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹമുണ്ടല്ലേ, നന്നായിട്ട് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. അതിന് നമുക്ക് തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയാണെന്ന് എപ്പോഴെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒന്ന് പറയാവോ? നമുക്ക് എന്താണ് നമുക്ക് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തടസ്സം എന്താണെന്ന് ആരെങ്കിലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ആരും ചിന്തിച്ചിട്ടില്ലേ? എല്ലാവരും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണല്ലേ അപ്പം എന്ന് എനിക്ക് തോന്നുന്നത്. എല്ലാവരും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു. എന്നാലും കുറച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്കൊക്കെ വളരെ ആഗ്രഹമുണ്ടല്ലേ, കോൺഫിഡൻസ്. സ്ത്രീകളെ പറയുന്നു കോൺഫിഡൻസ് കുറവും പേടിയും ഭയവും ഒക്കെയാണ് നമ്മളെ പലപ്പോഴും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്നും പിൻവാങ്ങിപ്പിക്കുന്നത് അല്ലേ. ആസ്മ പറയുന്നു മടിയാണെന്ന്. ചിലർക്കൊക്കെ ഒരു മടിയായിരിക്കും, മറ്റുള്ളവരോട് മിണ്ടാനായിട്ടൊക്കെ മടിയായിരിക്കും. ഒരു പുതിയ ഒരു ഗ്രൂപ്പിനകത്തോട്ട് ചെന്നാല് അവിടെ നന്നായിട്ട് പെരുമാറാൻ അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് മിണ്ടാൻ, ചിലപ്പം എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു മിണ്ടാൻ ഒരു മടി തോന്നിയിട്ടുണ്ട്, സംസാരിക്കാൻ ഒരു മടി. ആരെങ്കിലൊക്കെ ഇങ്ങോട്ടൊന്ന് വന്ന് സംസാരിച്ചാൽ, ഇപ്പൊ നമ്മളൊരു ഫ്രണ്ട്സ് ഒന്നും ഇല്ലാണ്ട് ഒരു ഫംഗ്ഷന് പോവാണെങ്കിൽ നമ്മളിങ്ങനെ ഒറ്റപ്പെട്ട പോലെയൊക്കെ ഫീൽ ചെയ്യുമല്ലേ ചിലപ്പം. നമുക്ക് അങ്ങോട്ടൊന്ന് കയറി മിണ്ടാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഒരിക്കലും ഉണ്ടാവില്ല. ഞാന് പണ്ട് അങ്ങനെയായിരുന്നു. ഞാൻ ശരിക്കും സംസാരിക്കാത്ത ഒരാളായിരുന്നു. എന്നെ പറ്റി എൻ്റെ ഗ്രാൻഡ് ഫാദർ പറഞ്ഞ് ഓർക്കുന്നു, ജിഷമോൾ ഒട്ടും സംസാരിക്കില്ല, അല്ലെങ്കിൽ അവള് അനാവശ്യമായിട്ടൊരു കാര്യം പോലും പറയില്ല, അവളുടെ വായിൽ നിന്ന് വേണ്ടാത്തൊരു വാക്ക് പോലും വരില്ല, അവളിങ്ങനെ എല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. ഞാനും പണ്ട് ആലോചിച്ചിട്ടുണ്ട്, എല്ലാവരും എന്തായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും എപ്പോഴും ഇങ്ങനെ. ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാവരും ഒരുപാട് സംസാരിക്കുന്നുണ്ട്, എനിക്ക് മാത്രമൊന്നും സംസാരിക്കാൻ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ കൊതിയോടെ നോക്കി നിന്നിട്ടുണ്ട്, എന്താ ഇവരൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ഓർത്തിട്ട് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഞാനിങ്ങനെ നോക്കി, എനിക്കൊന്നും പറയാനില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, അങ്ങോട്ട് കയറി എപ്പോഴും ഇങ്ങനെ സംസാരിക്കുക എന്നുള്ളതല്ല ശരിക്കുള്ളൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മള് മറ്റുള്ളവരെ ലിസൺ ചെയ്യുക. ഒന്നാമതായിട്ട് നമ്മൾ മറ്റുള്ളവരെ ലിസൺ ചെയ്യുക എന്നതാണ് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷന്റെ ആദ്യത്തെ പടി. അപ്പം അത് മനസ്സിലാക്കി കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ ഇങ്ങനെ സോഷ്യൽ വർക്ക് പോലെയൊക്കെ ചെയ്യുന്ന സമയത്താണ് ശരിക്കും മറ്റുള്ളവരെ കേൾക്കാനായിട്ട് തുടങ്ങിയത്. എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽസ്, അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ക്യാൻസർ വാർഡ് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടും കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. അവിടെയൊക്കെ ഒരുപാട് നാളുകളായിട്ട് വെറുതെ ആരും വീട്ടുകാരാൽ ഉപേക്ഷിക്കപ്പെട്ടു എന്ന് തോന്നുന്ന വിധത്തിലുള്ള മനുഷ്യരുണ്ട്. അവർക്ക് ആരോടും സംസാരിക്കാനില്ല, അവരോട് ആരും വന്ന് സംസാരിക്കാറില്ല, വല്ലപ്പോഴും വീട്ടുകാർ വന്നെങ്കിലായി, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ കുഷ്ഠരോഗ ആശുപത്രി അവിടെ കോഴിക്കോട് ചെവായൂരുള്ള ലെപ്രസി ഹോസ്പിറ്റല്, പിന്നെ കുറെ ചേരികള്, അന്ധകാര കോളനി എന്നൊക്കെ പറയും, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ പോവായിരുന്നു. അപ്പൊ ഒക്കെ അവരുടെ ആ വിഷമങ്ങൾ കേൾക്കുക, അവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ അവരെ കേൾക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് അവരുടെ സൊല്യൂഷൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഒന്നും കൊടുക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കില്ല. പക്ഷെ അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് അവരെ കേൾക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം, ആ ഒരു പ്രോസസ് ഞാൻ അറിയാതെ എൻ്റെ ഒരു സ്വഭാവമായി മാറിയപ്പോ
ശരിക്കും പറഞ്ഞാൽ ഒരു എഫക്റ്റീവ് ആയിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറാൻ എനിക്ക് സാധിച്ചു. അത് ഒരു ഒരു എന്താ പറയാ നമ്മളുടെ ഒരു റൂട്ടീനായിട്ടോ നമ്മുടെ ഒരു ഭാഗമായിട്ടൊക്കെ മാറിയപ്പോ നമ്മളിപ്പോ എവിടെ ചെന്നാലും നമ്മളുടെ അടുത്തേക്ക് ആളുകൾ വരുന്ന ഒരു പ്രതീതി അതെനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് തന്നെ പറയാണ്, നിനക്കൊരു അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട്, നിന്റെ അടുത്തേക്ക് ഇങ്ങനെ ആൾക്കാർ വരും. അപ്പൊ അത് അതിന് വേറൊരു കാര്യം, നമ്മളുടെ ഫിസിക്കൽ അപ്പിയറൻസും അല്ലെങ്കിൽ നമ്മളുടെ മുഖഭാവം അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. അപ്പം ആ, രണ്ടാമത്തെ അല്ല, അത് ഒന്നാമത്തെ കാര്യം തന്നെയാണ് കേട്ടോ. നമ്മളുടെ ഏറ്റവും പ്രധാനം നമ്മുടെ അപ്പിയറൻസ് ആണ്. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലേ. ശരിക്കും പറഞ്ഞാൽ അതിനോട് നിങ്ങൾ ആരും യോജിക്കുന്നുണ്ടോ? സൗമ്യ പറയുന്നു ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. ശരിക്കും അത് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പം ഒരു ഗ്രൂപ്പില് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെ, അതെ നിഷ പറയുന്നു, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പം, സ്റ്റെഫി മാം അതെ, നമ്മൾ ചെല്ലുമ്പം അവർക്ക് നമ്മളെ ഒന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി സാധിക്കണം. അപ്പൊ അതിന് ശരിക്കും നമ്മൾ തന്നെ സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മൾ നല്ല രീതിയിൽ നമുക്ക് ഏറ്റവും കോൺഫിഡൻസ് തരുന്ന രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കണം. അത് എത്ര സിമ്പിൾ ആണെങ്കിലും ഒരുപാട് കോസ്റ്റ്ലി ഒന്നും അല്ലെങ്കിലും നമുക്ക് ഒരു കോൺഫിഡൻസ് വരുന്ന രീതിയിലുള്ള നമ്മളുടെ ഡ്രസ്സിങ്, അതുപോലുള്ള നമ്മളുടെ ഗ്രൂമിങ്, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവർക്ക് നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് നമ്മളെ പ്രസന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മളൊരു ഗിഫ്റ്റ് ഒരാൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. ഒരാൾക്ക് നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മള് പെട്ടെന്ന് ശ്രദ്ധിക്കുക എന്താ, അതിന്റെ കവർ അല്ലേ ശ്രദ്ധിക്കുക. ഇപ്പൊ നല്ലൊരു ഗിഫ്റ്റ് ആണ്, ഒരുപാട് വിലപിടിപ്പുള്ള ഗിഫ്റ്റ് ആണെങ്കിൽ പോലും അതൊരു മോശമായ ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് നമുക്ക് ഒരാൾ തരാന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അയ്യോ അത് ഭയങ്കര ഇഷ്ടപ്പെടില്ല, നമുക്ക് എന്തോ ഒരു ഇഷ്ടക്കേട് തോന്നും അല്ലെ. പിന്നെ തുറന്നു നോക്കാനായിട്ട് നമുക്ക് ചിലപ്പം അത്ര വലിയ താല്പര്യമൊന്നും അല്ലെങ്കിൽ അത്ര ക്യൂരിയോസിറ്റി ഒന്നും തോന്നത്തില്ല. അതിനകത്ത് ചിലപ്പോൾ ഒരുപാട് വിലപിടിപ്പുള്ള വസ്തു ആണെങ്കിൽ ഒരു സമ്മാനം ആണെങ്കിൽ പോലും നമുക്കതൊന്ന് തുറന്നു നോക്കാൻ പോലും നമുക്ക് ചിലപ്പം ഇഷ്ടം ഉണ്ടാവില്ല. ഇപ്പൊ കുറെ ഗിഫ്റ്റുകൾ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ ഏറ്റവും അവസാനമായിരിക്കും നമ്മൾ തുറക്കുന്നത്. തുറന്നു കഴിയുമ്പോഴായിരിക്കും അതിനകത്ത് നല്ലൊരു സംഭവം ആയിരുന്നല്ലോ, അല്ലെങ്കിൽ ഒരുപാട് വില കൂടിയ വസ്തു ആയിരുന്നല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മളെ ആ പ്രസന്റേഷൻ ഏറ്റവും പ്രധാനമാണ്. അപ്പൊ നമ്മളെയും നമ്മള് നല്ല അട്രാക്റ്റീവ് ആയിട്ട് പ്രസന്റ് ചെയ്യണം. ഇനി അതിനകത്ത് വലിയ വിലപിടിപ്പുള്ള സാധനമൊന്നും അല്ല, സമ്മാനമൊന്നും അല്ലെങ്കിൽ പോലും നല്ല അട്രാക്റ്റീവ് ആയിട്ട് നമ്മളത് ഒന്ന് പൊതിഞ്ഞൊക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതൊന്ന് തുറന്നു നോക്കാനൊക്കെ നമുക്ക് വലിയ ആഗ്രഹം തോന്നും. എന്ന് പറഞ്ഞതുപോലെ നമ്മളെ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് നമ്മളുടെ ഒരു ബെസ്റ്റ് വേർഷൻ വരത്തക്ക രീതിയിൽ നമ്മളെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അപ്പം ശരിക്കും നമ്മളെ അത്ര വലിയ കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ പോലും നമ്മളോടൊന്ന് സംസാരിക്കാനായിട്ട് മറ്റുള്ളവർ താല്പര്യം അറിയാതെ പ്രകടിപ്പിക്കും. ഇനിയിപ്പോ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്, ഒരുപാട് അറിവുകളുണ്ട് എങ്കിൽ പോലും നമ്മളുടെ ആ ഫസ്റ്റ് പ്രസന്റേഷൻ അല്ലെങ്കിൽ നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വെളിപ്പെടുത്തുന്നത് അത്ര അട്രാക്റ്റീവ് അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാം, അല്ലെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകാം. ഉദാഹരണത്തിന് നമ്മൾ ഇന്റർവ്യൂവിന് പോവാന്ന് വിചാരിച്ചു. ഇന്റർവ്യൂവിന് പോവാണെങ്കിൽ നമ്മൾ എന്താ ശരിക്കും പറഞ്ഞ ഒരു 7 സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഒരാളെ നമ്മൾ അളക്കും. നമ്മളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും നമ്മളുടെ അത് ഒരു ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നല്ല. പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആദ്യം അവർ നമ്മളുടെ അപ്പിയറൻസ് ആണ് നോക്കുന്നത്. നമ്മൾ എങ്ങനെ ആണ് ഡ്രസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ ആ ഒരു 7 സെക്കൻഡ്സിൽ തന്നെ അവിടെ ഒരു അവർക്ക് തന്നെ നമ്മളുടെ ഒരു ഇംപ്രഷൻ അവിടെ വരും. അപ്പൊ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പൊ നമ്മളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക, അതിനുശേഷമാണ് നമ്മളുടെ സംസാരമൊക്കെ പിന്നീടേ വരുന്നുള്ളൂ. അപ്പം ഇപ്പൊ നമ്മള് എല്ലാവരും തന്നെ ഇപ്പം കമ്മ്യൂണിക്കേഷന്റെ കാര്യം പറയുകയാണെങ്കിൽ വേറൊരു മൂന്നാമത്തെ ഇമ്പോർട്ടന്റ് കാര്യമാണ് ആക്റ്റീവ് ലിസണർ ആയിരിക്കുക എന്നുള്ളത്.
നമ്മൾ ചിലപ്പോഴൊക്കെ ഓർക്കും നമ്മൾ മറ്റുള്ളവരോട് ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് നമ്മളെ കൊണ്ട് നമ്മളോട് പറയുന്നത് കൊണ്ട് ഉപകാരം ഉണ്ടാകുള്ളൂ എന്നൊക്കെ ചിലപ്പോൾ നമ്മളുടെ ഒരു തെറ്റിദ്ധാരണയാണ് കേട്ടോ. ശരിക്കും ഈ കൗൺസിലിംഗ് രംഗത്തേക്ക് കടന്നു വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ആക്റ്റീവ് ലിസണർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അപ്പം നമ്മള് നമ്മളാണ് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമുക്കിപ്പോ ഒരുപാട് വിഷമമുണ്ട്. അപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരൊന്ന് ശരിക്കും ഒന്ന് കേൾക്കുക, ഒരു എമ്പതിയോടുകൂടെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും ഒരു 100 കാര്യം അല്ലെങ്കിൽ 100 സൊല്യൂഷൻ ഇങ്ങോട്ട് പറഞ്ഞു തരിക, അതൊന്നും നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാല് നമ്മളെ ഒന്ന് ശരിക്കും ഒന്ന് കേൾക്കുക, നമ്മള് എന്താണോ നമ്മൾ പറയുന്നത് അത് അതിന്റെ അർത്ഥത്തിൽ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യം. അപ്പം ആക്റ്റീവ് ലിസണിങ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ശേഷമേ വരുന്നുള്ളൂ നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് അവരെ അവരോട് അത് അവരാവശ്യപ്പെട്ടെങ്കിൽ മാത്രം നമ്മൾ സൊല്യൂഷൻ പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഒരു വലിയ സത്യം. ചിലര് നമ്മൾ ചിലരോട് സംസാരിക്കുമ്പം ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവരിങ്ങനെ വേറെ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ചിലപ്പോൾ അവർ നമ്മൾ പറയുന്ന കേൾക്കുന്നുണ്ടാവും, പക്ഷെ അവർ ചിന്തിക്കുന്ന എന്താ, എനിക്ക് എന്താ ഇതിന് മറുപടി പറയാൻ പറ്റുക, അല്ലെങ്കിൽ ഇതിനെന്താ സൊല്യൂഷൻ പറയാൻ പറ്റുക. പക്ഷെ അങ്ങനെ നമ്മൾ ഒരാളോട് പറയുമ്പോൾ അയാൾ കേൾക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ നമ്മുടെ ആ പറയുന്നതിന്റെ ഒരു ഗുണം കിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്ക് അവരുടെ ആ ശരിക്കും ഉള്ള ഫീലിങ്സ് മറ്റൊരാൾ മനസ്സിലാക്കി എന്ന് വരുമ്പോൾ തന്നെ ഒരു ഡോപ്പമിൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മളോട് സംസാരിക്കുന്നവർ വീണ്ടും വീണ്ടും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചിലരോട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സംസാരിക്കാൻ തോന്നും. ചിലരോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്കൊന്ന് പറയാൻ ആദ്യം ഒന്ന് തോന്നിയാൽ തന്നെ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ടോ മഞ്ജു, രത്ന മാം? എല്ലാവരോടും നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റാറുണ്ടോ അല്ലെ ഫ്രണ്ട്സ്? ഉണ്ടായിട്ടുണ്ട്. അവരോട് പറഞ്ഞല്ലോ, അല്ലെ പറയേണ്ടിയിരുന്നില്ല, അതെന്തിനാ പ്രഭു സാറൊക്കെ പറയുന്നു. അതെ, അവരോട് ഷജീല മാം, അവരോട് പറയേണ്ടിയിരുന്നില്ല. സ്റ്റെഫി മാം, തീർച്ചയായും നമുക്ക് അങ്ങനെ തോന്നും. എന്നൊരു ഭയങ്കര ഒരു വിഷമം ഫീൽ ചെയ്യും അല്ലെ? നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അയ്യോ ഞാൻ പറയണ്ടായിരുന്നു, അറിയാണ്ട് പറഞ്ഞു പോയല്ലോ, അല്ലെങ്കിൽ അവരോട് അങ്ങനെ ഓപ്പൺ അപ്പ് ആവണ്ടായിരുന്നു എന്നൊക്കെ നമുക്കൊരു വിഷമം വരത്തക്ക രീതിയിൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടാവും. കാരണം എന്താ, അവരുടെ ആ ഒരു നമ്മളോടുള്ള അപ്രോച്ച്, അല്ലെങ്കിൽ ശരിക്കും അതിനെ ശ്രദ്ധിച്ചാൽ തന്നെ അവരത് നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിലാണോ, നമ്മുടെ ഉള്ളിലുള്ള അതൊക്കെ ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക് കൊടുക്കാനുള്ള ഒരു ടെൻഡൻസി ആണോ എന്നൊക്കെ നമുക്ക് അവരുടെ ആ ലിസണിങ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പം അതൊരു ഇമ്പോർട്ടന്റ് ആയ കാര്യം. നമ്മള് ശരിക്കും എമ്പതിയോടുകൂടെ കേൾക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പൊ ആ കേൾവിയിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ശരിയായ രീതിയിൽ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അവരുടെ ആ സ്ട്രെസ് റിലീഫ് ചെയ്ത് ശരിക്കും ഒരു ഹാപ്പി ഹോർമോൺ അവരിൽ രൂപപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അവര് വീണ്ടും വീണ്ടും നമ്മളെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, നമ്മളുടെ സാന്നിധ്യം അല്ലെങ്കിൽ അത് ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് ഒരു ഹാപ്പി ഹോർമോൺ അല്ലെങ്കിൽ ഡോപ്പമിൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. തിരിച്ചും അങ്ങനെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് സംസാരിക്കാനായിട്ട് വീണ്ടും വീണ്ടും ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ, അതെ അതെ സൗമ്യ പറയും, നമുക്ക് പിന്നെ ഭയങ്കര വിഷമമായിരിക്കും. ശരിയാ, ഭയങ്കര ഒരു വിഷമം നമുക്ക് ഇല്ലാത്ത സ്ട്രെസ്സും കൂടെ ഉണ്ടായ ഒരു ഫീലിംഗ് ആയിരിക്കും. അങ്ങനെ ഒരുപാട് അവസരങ്ങൾ ഇപ്പൊ നമ്മുടെ ഫാമിലിയിലാണെങ്കിലും പുറത്ത് ഫ്രണ്ട്സിന്റെ അടുത്താണെങ്കിലും ഒക്കെ അങ്ങനത്തെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു രീതി ഇല്ലാതെ നമുക്ക് ശരിക്കും സിൻസിയർ ആയിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കുന്നു എന്നുള്ള ആ ഫീലിങ്ങോടുകൂടി, അവരുടെ ആ ഫീലിങ്ങോടുകൂടി മനസ്സിലാക്കുക എന്നുള്ളത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നല്ല രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ നല്ല ഒരു ലിസണർ ആയിരിക്കുക എന്നുള്ളത്. നല്ലൊരു കേൾവിക്കാരി അല്ലെ കേൾവിക്കാരനായിരിക്കുക എന്നത് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൊല്യൂഷൻ ആവശ്യമുണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ പറയുക, അല്ലെങ്കിൽ അവർ ചോദിച്ചാൽ നമ്മൾ ഒരു സൊല്യൂഷൻ അങ്ങ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. നമ്മൾ ഒരുമിച്ച് അവരെ കൂടെ ചേർത്തിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ അവരെ സഹായിക്കുക. അത് മാത്രമാണ് നമ്മളുടെ ജോലി. ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ആൾക്ക് അല്ലെങ്കിൽ ഒരു കൗൺസിലർക്കൊക്കെ
നമുക്ക് അത് മാത്രമേ ഉള്ളൂ ജോലി. അവരെ നമ്മൾ നമ്മളുടേതായ കുറെ സൊല്യൂഷൻ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് അവരെ സമാധാനപ്പെടുത്തുകയല്ല. അതേസമയം നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് അവരെ കൊണ്ട് തന്നെ അതിനൊരു തീരുമാനം അല്ലെങ്കിൽ സൊല്യൂഷൻ കണ്ടെത്താൻ നമ്മൾ സഹായിക്കണം. അപ്പൊ അവർക്ക് ഒരു കോൺഫിഡൻസ് വരും. എനിക്കിതൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുമായിരുന്നല്ലോ, അല്ലെങ്കിൽ അത് ഗ്രാജുവലി അത് അവർക്ക് സ്വന്തം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അല്ലാണ്ട് എപ്പോഴും അവർക്കൊരു പ്രശ്നം വരുമ്പോ അല്ലെങ്കിൽ അവർക്കൊരു വിഷമം വരുമ്പോ എപ്പോഴും നമ്മളെ വിളിക്കുന്നു, അങ്ങനെ ഒരു നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആ ഒരു രീതിയിലോട്ട് അവരെ കൊണ്ടുവരാതെ നമുക്ക് അവരെ സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായി അവർക്ക് സൊല്യൂഷൻ കണ്ടെത്താനും ഒക്കെ അവരെ കേപ്പബിൾ ആക്കുക എന്നുള്ളത് കൂടെയാണ് ഒരു ആക്റ്റീവ് ലിസണറിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം പലർക്കും ഒരു വിഷമം ഉണ്ടാവും, എനിക്ക് അതെ സൗമ്യ, തീർച്ചയായും എനിക്കിത് ഇതുവരെ സാധിച്ചില്ലല്ലോ എന്നൊക്കെ. ഇത് ജന്മനാ കിട്ടുന്നതാണോ? പക്ഷെ ഒരിക്കലുമല്ല ജന്മനാ കിട്ടുന്നതല്ലെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, അത് നമുക്ക് ഏത് പ്രായത്തിലും അത് പ്രാക്ടീസ് ചെയ്താൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ നല്ല രീതിയിൽ കേൾക്കുക എന്നുള്ള ഒരു വലിയ കലയാണ്. അപ്പൊ നമ്മൾ കല ഒക്കെ നമ്മൾ ഓർക്കില്ലേ, നമ്മളെ കുഞ്ഞു പ്രായത്തിലൊക്കെ നമ്മളെ പരിശീലിപ്പിച്ചിരുന്നെങ്കിൽ നമ്മൾ നന്നായിട്ട് പാടുമായിരുന്നു, നമ്മൾ നന്നായിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരുപാട് കഴിവുകളിലേക്ക് നമുക്ക് എത്താൻ അല്ലെങ്കിൽ ഒരുപാട് വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു സ്കില്ല് അത് നമുക്ക് സ്വയം വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ നന്നായി ശ്രദ്ധിക്കുക നമ്മളുടെ സാഹചര്യങ്ങളെ, നമ്മൾ കാണുന്നവരെ. അപ്പൊ ഇന്നലെ ഫൈസൽ സാറ് ക്ലാസ് എടുത്ത് പറഞ്ഞു, നമ്മൾ എവിടെ പോയാലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ചുറ്റുപാടുകളെ, ഇപ്പൊ ഒരു ബസ്സിൽ കയറിയ ബസ് കണ്ടക്ടർ, അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. മറ്റുള്ളവരോട് ഇപ്പൊ സംസാരിക്കാതെ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മളുടെ ആ നോട്ടം കൊണ്ടോ ചിരി കൊണ്ടോ നമ്മൾ ദിവസം ഒരു വഴി കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ, നമ്മുടെ മുഖം തന്നെ ഒന്ന് ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ വീട്ടിൽ എന്തെങ്കിലും വിഷമത്തിലൊക്കെ ആയിരിക്കാം നമ്മൾ ഇറങ്ങി പുറത്തോട്ട് പോയിട്ടുണ്ടാവുക. നമ്മൾ ആ ഒരു കാര്യം ചിന്തിച്ച് നമ്മുടെ എതിരെ വരുന്നവരെ ശ്രദ്ധിക്കാനോ അവരോടൊന്ന് ചിരിക്കാനോ ഒരു പുഞ്ചിരിക്കാനോ നമുക്ക് സാധിക്കില്ല. പക്ഷെ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ, നമുക്കറിയാം സൈക്കോളജിക്കലായിട്ട് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഇപ്പൊ നമ്മളുടെ മുഖം എങ്ങനെ ഇരിക്കുന്നത്, നമ്മളിപ്പോ ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളോടൊന്ന് ചിരിക്കാൻ തോന്നുമോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ബെറ്റർ ആക്കി എടുക്കാം. നമ്മുടെ ഒരു ബെറ്റർ വേർഷൻ നമ്മളെ കാണുന്നവരുടെ മുമ്പിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ കാണുകയാണ്, മുഖമൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഡള്ളായി, നമ്മുടെ മുഖത്തോട്ട് നോക്കാൻ പോലും ഒരു ഇതില്ലാത്ത രീതിയിൽ ഒരാളെ കാണാൻ നമുക്ക് മിണ്ടാൻ തോന്നും അല്ലെങ്കിൽ ഒന്ന് ചിരിക്കാൻ തോന്നും ഇല്ല. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മളെ തന്നെ നമ്മൾ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മുഖഭാവം എങ്ങനെയാണ്, നമ്മുടെ അപ്പിയറൻസ് എങ്ങനെയാണ് എന്നുള്ള ആ ഒരു രീതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എപ്പോഴും നമ്മളെ നല്ല ബെറ്റർ ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ സംസാരം കേൾക്കുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്തു കഴിഞ്ഞാൽ അവരെന്താ പറയുന്നത്, അവരുടെ ഒരു സത്യമാണോ പറയുന്നത്, അവരുടെ ഇമോഷൻസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നുള്ളത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പൊ അതുപോലെ തന്നെ ഒരാൾ നമ്മളോട് സംസാരിക്കുക ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാ പറയുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ ഫീലിങ്സിനനുസരിച്ച് അവരോട് നമ്മൾ പ്രതികരിക്കണം. ആ അങ്ങനെയാണോ, നീ അത്രയും നന്നായിട്ടൊക്കെ ചെയ്തോ, അല്ലെങ്കിൽ നീ എന്ത് നന്നായിട്ട് ആ സാഹചര്യത്തിൽ പെരുമാറിയത്, അതെ അല്ലെ, അങ്ങനെയൊക്കെ ചോദിച്ച് നമ്മൾ ഒരുപാട് അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കേണ്ട കാര്യമില്ല. അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവരുടെ ആ ഫീലിങ്സ് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊന്ന് പ്രതികരിക്കുക. നമ്മൾ മൈൻഡ്ഫുൾനെസ് ആയിരിക്കുക, നമ്മൾ പ്രസന്റ് ആയിരിക്കുക അവരുടെ മുമ്പിൽ. അവരുടെ ഇപ്പം വിഷമിച്ച ഒരാളൊരു കാര്യം പറയുകയാണെങ്കിൽ അവരെ ഒന്ന് സാന്ത്വനപ്പെടുത്തുന്ന രീതിയിൽ അവരോടൊന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. നമ്മളോട് പറഞ്ഞതിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമാണ് എക്കോ ടെക്നിക് എന്ന് പറയും. എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും എക്കോ ടെക്നിക്ക്? ഉറങ്ങിപ്പോയോ എല്ലാരും? ഇല്ല, കേട്ടിട്ടില്ല മാം. എന്ന് പറഞ്ഞാല് അവരെന്താണോ പറയുന്നത് അതിലെ പ്രധാനപ്പെട്ട വേർഡ്സ് നമ്മൾ അങ്ങോട്ട് തിരിച്ചു പറയുക. ഇപ്പം
എനിക്ക് ഒരുപാട് ഭയങ്കര ടെൻഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിയിട്ട് കുറെ ദിവസങ്ങളായി എന്നൊക്കെ ഭയങ്കര വിഷമത്തോടെ പറയുന്ന ഒരാളോട്, ആണല്ലേ നീ ഉറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലേ. അപ്പൊ അങ്ങനെ അവരുടെ ആ ഫീലിങ്സ് എന്താ കാരണം, എന്തുകൊണ്ട് നീ ഉറങ്ങിയില്ല, ആ ഒരു രീതിയല്ല നമ്മൾ എടുക്കേണ്ടത്. നീ ഉറങ്ങിയിട്ട് കുറെ ദിവസമായില്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു എമ്പതിയോട് കൂടി അവരോട് സംസാരിക്കുമ്പോൾ തന്നെ അവര് അതിന്റെ റീസൺ നമ്മളോട് പറയും. അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ രീതിയിലേക്ക് ഒരിക്കലും പോകേണ്ട കാര്യമില്ല. നമ്മൾ അവരോട് അവര് പറയുന്ന ആ കാര്യങ്ങൾക്ക് അതെ റിഫ്ലക്ട് ചെയ്യുക. ഷജില മാം അതെ, അവരുടെ ആ ഫീലിങ്സ് നമ്മൾ അതുപോലെ ഉൾക്കൊണ്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ അവര് അതിങ്ങനെ അവരെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെയോ അല്ലെ അവരെ കളിയാക്കുന്ന പോലെയോ ഒന്നും നമ്മൾ അങ്ങനെ ആക്ട് ചെയ്യല്ല. നമ്മൾ ശരിക്കും എമ്പതിയോടുകൂടി അവരുടെ ഇമോഷൻസ് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ആ ഫീലിംഗ് നമ്മൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് എന്നുള്ള ഒരു വലിയൊരു ആശ്വാസം, അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ ശരിയായ രീതിയിൽ അവരുടെ അതേ ഫീലിങ്സോട് കൂടെ പറയാനുള്ള ഒരു അതെ അവരെ നന്നായ രീതിയിൽ കേൾക്കാനുള്ള ആ ഒരു മനസ്സുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെയാകുമ്പോൾ അവര് നമ്മളെ അടുത്ത് കൂടുതൽ ഫ്രീ ആവും. ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നമുക്കും നമ്മളെ കേൾക്കാനും നമ്മൾക്ക് എന്താ പറയാനുള്ളതെന്നൊക്കെ ഒരു ആഗ്രഹവും അവർക്ക് ഉണ്ടാവും. അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് അവരോട് സംസാരിക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമുക്ക് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു വിഷ്വൽ ഞാൻ പറഞ്ഞു നമ്മൾ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നത്, നമ്മൾ അപ്പിയർ ചെയ്യുന്നത് അതിനനുസരിച്ച് എപ്പോഴും നമ്മൾ നല്ല രീതിയിൽ മറ്റുള്ള മുമ്പിൽ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളുടെ ഉള്ളിൽ എന്തൊക്കെ വിഷമങ്ങളുണ്ടോ അത് നമ്മൾ പുറത്ത് കാണിക്കാതെ, അല്ലെങ്കിൽ അത് അവർക്ക് മനസ്സിലാക്കി ഇപ്പൊ നമ്മളോട് സംസാരിക്കാനായിട്ട് ആരെങ്കിലും വരുമ്പോഴേക്കും നമ്മളുടെ കുറെ വിഷമങ്ങളെല്ലാം അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ആ ഒരു രീതിയിലോട്ട് ഒരിക്കലും പിന്നെ പിന്നെ ചിലരുണ്ട് നമ്മൾ സൊല്യൂഷൻ പറയുന്നതിന് പോലെ ഇപ്പം എനിക്കൊരു കുട്ടി എന്നോട് പറഞ്ഞതായിട്ട് കേൾക്കുന്നു. ഞാനിങ്ങനെ ഒരാളുടെ വിഷമം പറഞ്ഞപ്പോ അവരിങ്ങനെ കുറെ കാര്യം അയ്യോ നീ എന്താ അങ്ങനെ ചെയ്തേ, അല്ലെങ്കിൽ നീ എന്തിനാ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു നമ്മളോട് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുക എന്നുള്ളത് വളരെ അവർക്ക് അത് അവർ ഉദ്ദേശിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ശരിയായ വിധത്തിൽ ഒന്ന് കേൾക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ടിപ്പാണ് ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ്. അപ്പൊ എങ്ങനെ ഈ കോൺഫിഡൻസ് നേടിയെടുക്കുക, അപ്പൊ നമ്മൾ അതിൽ കോൺഫിഡൻസ് ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ആ കോൺഫിഡൻസ് നേടിയെടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമ്മളുടെ ബ്രെയിൻ ബ്ലൈൻഡ് ആണ്. നമ്മൾ എന്താണോ നമ്മുടെ ബ്രെയിനിലേക്ക് കൊടുക്കുന്നത് അതാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയാണ് നമുക്കറിയാം, നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ശരിക്കും അതാണ് നമ്മൾ ഇവിടെ പ്രയോഗിക്കുന്നത്. ഫേക്ക് ഇറ്റ് അണ്ടിൽ യു മേക്ക് ഇറ്റ് എന്ന് നമ്മൾ ഫേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പക്ഷെ മറ്റൊരു ഇതിൽ പറഞ്ഞ നമ്മൾ അഭിനയിക്കുക, നമ്മൾ അങ്ങനെയാണ് അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മൾ ഭയങ്കര മോശമാണ്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ നമുക്ക് കഴിവില്ല എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ അങ്ങനെ ആയിത്തീരും. അപ്പൊ പിന്നെ നമ്മൾ നല്ലതാണ്, നമുക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റും, നമ്മളെ എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മൾ അപ്രോച്ച് ചെയ്യാൻ ഇഷ്ടമാണ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതായിത്തീരും എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. അപ്പൊ കോൺഫിഡൻസ് അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു കോൺഫിഡൻസ് വേണമല്ലോ. അതിനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഡ്രസ്സിങ്, അതുപോലെ നമ്മുടെ ഗ്രൂമിങ് നല്ല രീതിയിൽ സിമ്പിൾ ആയിട്ടാണെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് ഒരുങ്ങുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ പോസ്റ്റേഴ്സ്, നമ്മൾ എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പൊ മറ്റുള്ളവരുടെ കേൾക്കാൻ റെഡി ആയിട്ടാണോ, ഇപ്പൊ കൈയൊക്കെ കെട്ടി വേറെന്തോ ആലോചിച്ചൊക്കെ നിൽക്കുമ്പോൾ ആരും നമ്മൾ അടുത്തോട്ട് വന്ന് സംസാരിക്കാൻ ആരും റെഡി ആവില്ല. അതേസമയം നമുക്ക് അവരിലേക്ക് ഇറങ്ങി ചെല്ലാനുള്ള നമ്മളുടെ ഒരു അപ്രോച്ച്, അതുപോലെ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്നല്ലേ പറയാ. ശരിക്കും അത് സത്യമാണ്. നമ്മൾ ആദ്യം ഒരാളെ ശ്രദ്ധിക്കുന്ന അയാളുടെ മുഖമാണല്ലേ. അപ്പൊ ആ മുഖത്ത് എന്താണോ അവരുടെ ഭാവം, അതെ സൗമ്യ മാം, എന്താണോ നമ്മളുടെ അല്ലെങ്കിൽ അവരുടെ ഭാവം എന്നതിനനുസരിച്ചാണ് നമ്മൾ മറ്റുള്ളവരെ അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മുടെ ഐ കോണ്ടാക്ട്. നമ്മള് ചിലരെ നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലെ, ചിലരെ കാണുമ്പോൾ നമ്മളിങ്ങനെ തിരിച്ചു നോക്കുക, അല്ലെങ്കിൽ വല്ലാത്തൊരു നോട്ടവും നമുക്ക് ഇഷ്ടപ്പെടില്ല. ഇങ്ങനെ ചിലരുണ്ട് നമ്മുടെ അടിമുടി ഇങ്ങനെ നോക്കും, മുകളിലോട്ട് താഴെ വരെ ഇങ്ങനെ നോക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനോട് നമുക്ക് ഇടപെടാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. നമ്മൾ ആ നോട്ടം തന്നെ ഭയങ്കര, നമ്മുടെ ഐ കോണ്ടാക്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം.
നമ്മൾ ഒരാളോട് സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ആ നോട്ടം കൊണ്ട് തന്നെ അയാൾക്ക് നമ്മളെ അപ്രോച്ച് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് തന്നെ നമ്മൾ ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. ടു മച്ച് ആൻഡ് ടു ലെസ് ഐ കോണ്ടാക്ട് ഈസ് നോട്ട് ഓക്കെ. നല്ല രീതിയിൽ ഒരു മിഡിൽ ആയിട്ട് ഒരു കൺവീനിയന്റ് ആയിട്ട് വേണം നമ്മുടെ ഐ കോണ്ടാക്ട്. അതായത് അതെ, മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ വരുത്തുന്ന വിധത്തിൽ, ഷജില മാം പറയാം, മറ്റുള്ളവർക്ക് ഇറിറ്റേഷൻ വരുത്തുന്ന വിധത്തിൽ ഒരിക്കലും നമ്മൾ അവരെ നോക്കാൻ പാടില്ല. ചിലരിങ്ങനെ സംശയ ദൃഷ്ടിയോടെ നോക്കിയിട്ട് അങ്ങനെയൊക്കെ ഉള്ളവരോട് നമുക്ക് അധികം അടുപ്പം വരില്ല ഒരിക്കലും. അപ്പൊ നമ്മളുടെ ഐ കോണ്ടാക്ട് വളരെ പ്രധാനമാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ ടിപ്പ് പറയും, നമ്മളുടെ ഈ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ട്രയാങ്കിൾ ഗെയ്സ് എന്ന് പറയും. ട്രയാങ്കിൾ ഗെയ്സ് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ ഇപ്പം സംസാരിക്കുമ്പോൾ ബാക്കി ഇങ്ങനെ അടിമുടി ഒന്നും നോക്കാതെ ഈ ഒരു രണ്ട് കണ്ണിനും ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ആയിട്ട് നമ്മൾ അവരെ നോക്കുകയാണെങ്കിൽ അത് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഒരു കണ്ണിലോട്ട് തുറച്ചു നോക്കാതെ രണ്ട് വശത്തോട്ടും ഇങ്ങനെ പെട്ടെന്നല്ല പതുക്കെ ഇങ്ങനെ. പിന്നെ ആണെങ്കിൽ അത്യാവശ്യം ചുണ്ടിലോട്ടും സംസാരിക്കും. നമുക്ക് അത്രയും ഒരു അടുപ്പമുള്ളവരടുത്ത് നമ്മൾ അങ്ങനെ പെട്ടെന്നൊക്കെ നോക്കാം. ഒരുപാട് നേരം നോക്കി പ്രശ്നമാവും കേട്ടോ. അപ്പോ അതൊക്കെ നമുക്ക് സാഹചര്യം അനുസരിച്ച് ഒരു നോർമൽ ആയിട്ട് നമ്മൾ അങ്ങനെ നോക്കുക എന്നുള്ളതൊക്കെ ഒരു 3 to 5 seconds വരെ നമുക്ക് അങ്ങനെയൊക്കെ നോക്കി ഒന്ന് സംസാരിക്കാം എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആ ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ തന്നെ നമ്മൾ ഇവിടെ സംസാരം കൂടിപ്പോയതാണ് എന്നിലുള്ള നെഗറ്റീവ്സ്. അപ്പൊ അതെ, കൂടുതൽ സംസാരിക്കുന്നതൊക്കെ ചിലപ്പം അവള് ഭയങ്കര വായാടിയാണ് അല്ലെ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒട്ടും സംസാരിക്കുന്നില്ല, എന്താണ് പറയാൻ അറിയുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ നല്ലൊരു ലിസണർ ആവുക, നല്ലപോലെ ഒന്ന് മറ്റുള്ളവരെ ശ്രദ്ധിക്കുക എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. അപ്പൊ ഇന്ന് നമ്മളതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ വെച്ച് തുടങ്ങാം. വീട്ടിലാകുമ്പോൾ നമുക്ക് ശരിക്കും കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മളത് ബോധപൂർവം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാം. ഇന്ന് മുതൽ നമ്മൾ ബോധപൂർവം തീരുമാനം എടുത്ത് അതിനുള്ള ഈ സ്റ്റെപ്സ് ഒക്കെ മനസ്സിലാക്കി. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ് എന്ന് പറയാവോ? ആരെങ്കിലും ക്ലാസ്സിൽ ശ്രദ്ധിച്ചോ നോക്കട്ടെ. കിട്ടിയോ എന്തെങ്കിലുമൊക്കെ പോയിന്റ്? ആർക്കും കിട്ടിയില്ല? എല്ലാവരും നല്ല ഉറക്കത്തിലാണോ? ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. ആ, നല്ല ലിസണിങ് ആകണം. അതെ. ഞാൻ ലേറ്റ് ആയി കയറിയപ്പോ 5. ആണോ? ഓക്കെ. ശരിയാ. നമ്മുടെ ഇംപ്രഷൻ ഏറ്റവും നന്നായിട്ട് നമ്മളെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിൽ നല്ലൊരു ഗിഫ്റ്റ് പ്രസന്റ് ചെയ്യുന്ന പോലെ. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ വിവാഹത്തിനൊക്കെ പോകുമ്പോ നല്ല രീതിയിൽ ഇപ്പൊ നമ്മളുടെ കല്യാണം വിചാരിച്ചു, എത്ര ഒരുങ്ങാൻ ഇഷ്ടമില്ലാത്തവരും എത്ര കാശില്ലാത്തവരും ഒക്കെ ഒരു നല്ല രീതിയിൽ ഒരുങ്ങിയൊക്കെ പോയില്ലേ? അതെ, ലിസൺ ടു ശ്രീകല മാം പറയുന്നു, ലിസൺ ടു അതേഴ്സ്, അത് ഐ കോണ്ടാക്ട്, അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളതിന് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച വിവാഹത്തിനൊക്കെ പോകുമ്പോൾ നമ്മളെ തന്നെ ഒരു പ്രസന്റ് ആയിട്ടാണ് അവിടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ എല്ലാവരും അത് ശ്രദ്ധിച്ച് പെരുമാറുക. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഉപകാരപ്പെട്ടിരിക്കുക. ഒരു മിനിറ്റ് നമുക്കൊന്ന് കണ്ണടച്ചിട്ട് നമുക്കൊക്കെ കണ്ണടയ്ക്കുക. നമ്മളെ തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കി കൊണ്ടുവരിക. നമ്മുടെ ഉള്ളില് അല്ലെങ്കിൽ നമ്മുടെ അപ്പിയറൻസില് എന്തൊക്കെയാണ് നമുക്കൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് ബുദ്ധിമുട്ട് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഇപ്പൊ ഈ സമയത്ത് നമുക്കൊന്ന് ചിന്തിക്കാം. അതൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. നമുക്ക് അതിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്നൊരു ഡിസിഷൻ എടുക്കാം. ഇപ്പൊ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ ഉള്ള കുറവ് മൂലം, അല്ലെങ്കിൽ ആ കഴിവിലുള്ള കുറവ് മൂലം നമ്മൾ ആരെങ്കിലുമൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. ഇനി അവരെ കാണുമ്പോൾ ഒന്ന് ചിരിക്കാനായിട്ട്, അവരോട് നല്ല രീതിയിൽ ഒന്ന് സംസാരിക്കാനായിട്ടൊക്കെ നമുക്കൊന്ന് എഫേർട്ട് എടുക്കാം. അതുപോലെ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ഓർക്കും മറ്റ് പലരെ പോലും കണ്ടിട്ട് അവരെ പോലെ ആവണം, അല്ലെങ്കിൽ ചിലരെയൊക്കെ അസൂയയോടെ നോക്കി നിന്നിട്ടുണ്ട്, അവരൊക്കെ എന്ത് നന്നായിട്ടാ ബിഹേവ് ചെയ്യുന്നത്, എന്ത് നന്നായിട്ടാ മറ്റുള്ളവർ ഇടപെടുന്നത് എന്നൊക്കെ
നമ്മൾ ഓർത്തിട്ട് നമുക്ക് അസൂയൊക്കെ തോന്നിയിട്ടുണ്ടാകും. പക്ഷെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തരുത്. ഇന്നലെയുള്ള നമ്മളുമായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള അല്ലെങ്കിൽ ഇത്രയും നാൾ വരെയുള്ള നമ്മളുമായിട്ടും താരതമ്യപ്പെടുത്തും. അതിലും ഒരു ബെറ്റർ വേർഷൻ ഇന്ന് മുതൽ ഞാൻ കൊണ്ടുവരും എന്നുള്ളൊരു തീരുമാനം നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്പെടും. നമ്മൾ നല്ലൊരു ലിസണർ ആവുക, അതുപോലെ നമ്മളെ തന്നെ നല്ല രീതിയിൽ ഒന്ന് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ ഡ്രസ്സ് ചെയ്യുക, അത്യാവശ്യം ഒരുങ്ങുക, അങ്ങനെയുള്ള നമ്മുടെ ഐ കോണ്ടാക്ട് ഒക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയണം. അതാണ് നമ്മുടെ സെൽഫ് ലവിന്റെയും കൂടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതിന് നമുക്ക് എല്ലാവർക്കും ഇന്നോട്ട് പരിശ്രമിക്കാം, പരിശീലിക്കാം. ഓക്കെ. അപ്പൊ താങ്ക് യു. എന്നെ ഇത്ര നേരം കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനോ എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ഓക്കെ. തീർച്ചയായും ഇന്നോട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് സൗമ്യ മനോജ് മാം പറയുന്നു. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ക്ലാസ് ഞാൻ ഇന്നലെയാണ് ആ ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ വൈകിയാണ് ക്ലാസ് കേട്ടത്. ആണോ? ക്ലാസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഞാനൊരു 5:45 എണീറ്റിട്ട് വന്നപ്പോ ആ വേഗം ഓണാക്കിയതാ. അപ്പൊ കേട്ടതിൽ നിന്ന് വലിയ സന്തോഷം. കേട്ടത് വെച്ചിട്ട് ഉഷാറായി, ക്ലാസ് നന്നായിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു മെസ്സേജ് ഇട്ടു, ഇവിടെ സംസാരമാണ് കൂടുതൽ എന്നുള്ളത്. അപ്പോ മറ്റു ഇവിടെ വേറൊരു ഇത് കൂടി ഉണ്ട്. നമ്മൾ സംസാരിക്കുമ്പം ഇപ്പൊ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾ, അവരെ പിന്നെ നമ്മളുടെ മുന്നിലുള്ള ആളുകള് എടുക്കുന്ന രീതികളുണ്ടാകും. ചിലപ്പോ അവര് എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ടായിരിക്കില്ല സംസാരിക്കുന്നുണ്ടാകുക, ഒക്കെ ഉണ്ടാവും. അപ്പം അവര് ചിന്തിക്കുന്ന രീതികളും നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവര് ചിന്തിക്കുന്ന രീതിയിൽ വ്യത്യാസം വരുമ്പോ സ്വാഭാവികമായിട്ടും ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് അവരുടെ സംസാരത്തിൽ തന്നെ ഒന്ന് എന്ത് വരും, നെഗറ്റീവ്സും വരും. അതായത് സംസാരത്തിൽ നെഗറ്റീവ് വരും എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് അവർ പോസിറ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അങ്ങനെയാകുമ്പോൾ അതായിരിക്കും കൂടുതൽ നന്നാവുക. ഞാൻ എല്ലാവരോടും നന്നായിട്ട് ഇടപഴകുന്ന എനിക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു സോണായിരിക്കും എല്ലാവരും. അതായത് നമുക്ക് എല്ലാവരും തുറന്ന് പറയാൻ പറ്റുന്ന ആളുകളാണ് നമ്മൾക്ക് മുന്നിലുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് അവർക്കും കംഫർട്ട് ആയിരിക്കണം, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾക്കും കംഫർട്ട് ആയിരിക്കണം എന്നുള്ളത്. പക്ഷെ അതൊരു വർക്ക് പ്ലേസിലേക്ക് വരുമ്പോ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുകളും ചിലപ്പോൾ നമ്മളെ പോലെ ആയിരിക്കണം എന്നില്ല, നന്നായിട്ട് സംസാരിക്കണം എന്നില്ല, വേണ്ട കാര്യങ്ങളുടെ മാത്രം സംസാരിക്കുക, അങ്ങനെയുള്ളവരായിരിക്കും. ഞാൻ നേരിട്ടിട്ടുള്ള ഒരു കാര്യം വെച്ചാല്, എന്നോടൊപ്പം കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞത് അങ്ങനെ കൂടുതലായിട്ട് സംസാരിക്കരുത്. എന്റേലുള്ള കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് അവരെടുക്കുന്നത്. അതായത് നമ്മളിപ്പോ നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഓരോരുത്തരോടും ഓരോ രീതിയിലായിരിക്കും സംസാരിക്കുക. പക്ഷെ ഇവര് ചിന്തിക്കുന്നത് നമ്മളെല്ലാവരോടും ഒരേപോലെയാണ് സംസാരിക്കുന്നത്. അവരുടെ ഓവർ തിങ്കിങ്ങില് നമ്മളുടെയിലുള്ള പോസിറ്റീവിനെ നെഗറ്റീവ്സ് ആക്കിയിട്ട് മാറ്റുക. ഇപ്പൊ അതുകൊണ്ടുള്ള ഒരു ഗുണം കിട്ടിയതെന്ന് വെച്ചാൽ എനിക്ക് മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ പേടി, ഞാൻ സംസാരിക്കുന്നത് ശരിയാവുണ്ടോ. അതായത് ഇവര് തന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാകുമല്ലോ, നമ്മൾ ശരിയായ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയല്ല എന്ന സാധനം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തലക്കകത്ത് അതുണ്ടാകുമല്ലോ. ഇപ്പൊ ഞാൻ ഇന്നലെയും കൂടി നേരിട്ടൊരു കാര്യം, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോ എനിക്ക് പേടി. ഓട്ടോമാറ്റിക് ആയിട്ട് ഞാൻ ഉൾവലിയുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് എന്താ പറയാ, അങ്ങനെയും സാഹചര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമ്മൾ നന്നായിട്ട് സംസാരിച്ചിരുന്ന
അവിടെ എങ്ങനെ ആ ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റും? ഉം. എങ്ങനെ അപ്പൊ നമുക്ക് അവിടെ നമ്മൾ മാറ്റിയെടുക്കാൻ പറ്റും? അവിടെ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് കമ്മ്യൂണിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, അത് കൂടുതലും നമ്മൾ ഒരുപാട് അങ്ങോട്ട് പറയുക എന്നുള്ളതല്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം ഓരോരുത്തരുടെ മനോഭാവമാണെങ്കിലും നമ്മൾ ഓവറായിട്ട് അങ്ങോട്ട് സംസാരിക്കുക എന്നുള്ളതല്ല ശരിക്കുള്ള ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ശ്രദ്ധിക്കുക. ഇപ്പൊ ആരോടൊക്കെ എന്തൊക്കെ പറയണം, ഏത് സാഹചര്യത്തിൽ പറയണം, അതാണ് നമ്മൾ ലിസൺ ചെയ്യുക എന്നുള്ളത് കൂടി, അതും കൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സാഹചര്യങ്ങള്, വ്യക്തികള്, അതൊക്കെ നമുക്ക് നമ്മുടെ ആ ഒരു ലിസണിങ് സ്കില്ല് കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ഒരു രീതി നമ്മൾ വളർത്തിയെടുത്തില്ലെങ്കിൽ നമ്മൾ ശരിക്കും ചിലപ്പോൾ ഒരു കോമാളിയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മളെ മറ്റുള്ളവരെ വിലയിരുത്താം. അപ്പൊ അതെ അതെ അങ്ങനെ ഒരു കൂടുതൽ നമ്മൾ പറഞ്ഞു. കേൾവിക്കാരാവാൻ നോക്കുക അല്ലെ. പിന്നെ അതെ നമ്മൾ പറയുന്നത് അവർ അംഗീകരിക്കും. അതെ നമ്മള് കേൾവിക്കാരാവാൻ നോക്കല്. നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ, ഇപ്പൊ നമ്മൾ ചിലരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവരോട് മിണ്ടണ്ടായിരുന്നു തോന്നിപ്പോവും. കാരണം അവരിങ്ങനെ ഓവറായിട്ട് എന്തൊക്കെയോ അവരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറയാം. നമ്മളിപ്പോ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും അവരോട് മിണ്ടാൻ വേണ്ടി ചെല്ലുന്നത്. അത് നമ്മൾ മറന്നു പോകും. നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ വരും. അപ്പൊ അങ്ങനെയുള്ളവരുടെ മുന്നിൽ നിന്ന് ഓടി ഒളിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും, അല്ലെ? അവര് ഭയങ്കര വയാടിത്തമാണെന്നുള്ള ഒരു ലേബല് തന്നെ, അയ്യോ അവരടുത്ത് പെട്ടുപോയാ പെട്ടു, അങ്ങനെയൊക്കെ ആ ഒരു രീതിയൊന്നും നമ്മൾ അത് മാറ്റിയെടുക്കണം. ബോധപൂർവം മാറ്റിയെടുക്കണം. എന്നാ മിണ്ടാതിരിക്കുക എന്നുള്ളത് അതിനുള്ള സൊല്യൂഷൻ അല്ല. അത്യാവശ്യത്തിന് മിണ്ടുക, ആവശ്യത്തിന് മിണ്ടുക, അവരെ കേൾക്കുക. അപ്പൊ കേൾക്കുമ്പോ തന്നെ നമുക്ക് നമ്മളെ അവർക്ക് ഭയങ്കരമായിട്ട് പറഞ്ഞ പോലെ അവരുടെ ഒരു ഡോപ്പാമിൻ റിലീഫ് ആവുന്ന രീതിയിൽ നമുക്ക് ബിഹേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊന്ന് ബോധപൂർവം ഇന്നോട്ട് ശ്രമിക്കുക. അത് മിണ്ടാതിരിക്കലോ നമ്മളിങ്ങനെ ഉൾവലിയലോ അതൊന്നും അല്ല അവിടെ വേണ്ടത്. നമ്മൾ ശരിക്കും അവരെ ഒന്ന് ഒബ്സർവ് ചെയ്യുക. അവരെന്താ നമുക്ക് എല്ലാവരും മറ്റൊരാളിൽ നിന്നും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാവർക്കും മറ്റുള്ളവർ കേൾക്കണം എന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ ആ ഒരു ലെവലിലോട്ട് ഇന്നോട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഇന്ദിര ഞാൻ ഇവിടെ ഉണ്ട്. ഇന്ദിരക്ക് നന്നായി സംസാരിക്കാൻ അറിയാം. നമ്മൾ നേരിട്ട് കണ്ടാണല്ലോ. നല്ല രീതിയിൽ ഇന്ദിര സംസാരിക്കുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആളും തരവും ഒക്കെ കണ്ടിട്ട് പക്ഷെ അങ്ങനെയല്ല, എല്ലാവരോടും അങ്ങനെ നമുക്ക് ഒരിക്കലും സംസാരിക്കാൻ പറ്റൂലല്ലോ. പക്ഷെ അത് വേണ്ട. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളാണ് അങ്ങനെ ചിന്തിച്ചെടുക്കുന്നതാണ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നമ്മളെല്ലാരോടും നമ്മളെ അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ടിനോ അതെ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു റാപ്പോ ബിൽഡ് ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് ഇല്ല. അത്രയും അറിയുന്ന ആളുകളാണ്. പക്ഷെ ഓപ്പൺ ആയിട്ട് ഓപ്പോസിറ്റ് സംസാരിക്കും. നിൽക്കുന്ന ആളുകള് നമ്മൾ അങ്ങനെയാണ് എല്ലാവരോടും ചിന്തിക്കുന്നത്. അല്ല, അത് നമ്മൾ നമ്മൾ എല്ലാവരോടും ബോധർ ചെയ്യേണ്ട പറയുന്നത് കാര്യമില്ല. അതാണ് ഇവിടെ നമ്മള് ഉണ്ടാവണത്. അതെ, നമ്മളിപ്പോ അവര് പറയുന്നതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. അല്ലെ അവരെന്ത് പറയും, ഇവരെന്ത് പറയും, അവരങ്ങനെ പറഞ്ഞല്ലോ എന്നോർത്ത് നമ്മൾ ആ വിഷമിക്കുന്ന രീതി മാറ്റാം. നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. നമുക്ക് ഉപകാരമുള്ളതാണോ അവർ പറയുന്നത് എന്ന് അവരുടെ ആ പറച്ചിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഗോസിപ്പ് പറയുന്ന ചിലരുണ്ടാവും. അവരെങ്ങനെ പറഞ്ഞു, ഇവരങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിഷമിപ്പിക്കുന്ന അവരെയൊക്കെ ഒരു ഒരു കുറച്ചൊരു അകലത്തിൽ നിർത്തുക. അങ്ങനെയും വിഷമിപ്പിക്കും ചിലർ, അല്ലെ? അത് അവരുടെ ഒരു ഹോബിയാണ്. അപ്പൊ അതിലൊന്നും നമ്മൾ മനസ്സ് കൊടുക്കാതിരിക്കുക. നമ്മൾ എന്താണോ അത് സിൻസിയർ ആയിട്ട് വേണ്ട രീതിയിൽ വേണ്ടവരോട്, ആവശ്യക്കാരോട് മാത്രം. അത് വലിയ വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലിസണിങ് സ്കില്ല്. അപ്പൊ ഏറ്റവും പ്രധാനം അതിൽ ലിസണിങ് സ്കില്ലാണെന്ന് ഓർത്താൽ മതി. ഞാൻ കുറെ അങ്ങോട്ട് പറയുക എന്നുള്ളതല്ല, മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്റെ പണ്ടത്തെ ഒരു ഇതായിരുന്നു, ഒരു തെറ്റിദ്ധാരണയായിരുന്നു, എനിക്കൊന്നും പറയാനില്ലല്ലോ. പക്ഷെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പിന്നെ ആവശ്യത്തിനുള്ളത് പറയാൻ വന്നു ചേരും എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ലിസൺ ചെയ്യുന്ന ഒരു ലിസണറായി മാറിയാൽ. അപ്പൊ അതിന്ന് തൊട്ടത് വളർത്തിയെടുക്കുക. കേൾക്കുന്ന സമയത്ത് നമ്മളാണെങ്കിലും ഇപ്പം വേറെ ആളാണെങ്കിലും കുറെയൊക്കെ നമ്മൾ ഫിൽട്ടർ ചെയ്യും കാര്യങ്ങൾ. നമ്മുടെ പെർസെപ്ഷനിലാണ് നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അപ്പം പറയുന്ന ആള് ഉദ്ദേശിച്ചതായിരിക്കില്ല ചിലപ്പം കേൾക്കുന്ന ആളെടുക്കുക. അപ്പം നേരത്തെ ഇന്ദിരാമ്മ പറഞ്ഞ പോലെ ഒരാളോട് നമ്മൾ കുറച്ചു നേരം സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പറയുന്നതാണോ ആൾക്ക് മനസ്സിലാവുന്നത്, അതോ അത് ആളുടെ വേർഷനാണോ എടുക്കുന്നത്. അങ്ങനെ ആളുടെ വേർഷനാണ് എടുക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നിർത്തുക. അത്തരം ആളുകളോട് ഒരു ഗ്യാപ്പ് ഇടുക. മനസ്സിലാക്കുക. നമ്മളുടെ ഒബ്സർവ് ചെയ്യുക. അത് പറയണേല് നമ്മള് ഒരു കോൺഫിഡൻസ് എപ്പോഴും വയ്ക്കണം. മറ്റുള്ളവര്
പിടിക്കണോ അതല്ല, നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. നമ്മൾ പറയുന്നത് ശരിയാണെങ്കിൽ നമുക്ക് ആ ഒരു പവർ ഉണ്ടാവുമല്ലോ. അതെ ഇതിനനുസരിച്ച് നമ്മള് പെരുമാറേണ്ട ആവശ്യമില്ല ഒരിക്കലും. അതെ വളരെ ലിമിറ്റായ വേർഡ്സിൽ കാര്യങ്ങൾ പറയുക, അത്രേ ഉള്ളൂ ഇതില് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അല്ലേ ജിഷാമ? അതെ അതെ. പിന്നെ എല്ലാവരോടും പറയരുത് എന്നുള്ളത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയും നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുന്നു. പക്ഷെ ചിലപ്പം ചില കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോട് ഇപ്പൊ ഏറ്റവും അടുത്ത ഫ്രണ്ടിനോടാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ പറഞ്ഞാൽ നമുക്ക് വിഷമം വരിക, നമ്മളുടെ എനർജി പോവും. നമ്മൾ ഡേ ടു ഡേ ഉള്ള കാര്യങ്ങൾ ചിലരോട് ഇങ്ങനെ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നമ്മുടെ എനർജി പോവും. അതേസമയം നമ്മൾ അത് നിർത്തി നോക്കിക്കേ, നമുക്കൊരു എനർജി കിട്ടും. അതൊരു ഭയങ്കര ഒരു കാര്യാട്ടോ. അപ്പൊ അങ്ങനെ നമ്മളിൽ തന്നെ കുറച്ചൊരു ആശ്രയം വെക്കാനായിട്ട്, കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി മാത്രം വെക്കാനായിട്ട് അങ്ങനെയൊക്കെ ഒന്ന് പരിശ്രമിച്ചാല് അത് ഭയങ്കര ഒരു എഫക്റ്റ് ആണ്. കമ്മ്യൂണിക്കേഷൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാന്ന് വെച്ചാല് ഫ്ലെക്സിബിൾ ആവാൻ നോക്കുക എന്നുള്ളത്. അതായത് നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്ന എല്ലാവരും ചിലപ്പോ നല്ല നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ, അപ്പൊ അവരുടെ ഇടയിൽ നമ്മൾക്കത് സംസാരിക്കാനുള്ളൊരു ഇത് വിചാരിച്ചിട്ടായിരിക്കും ഇപ്പൊ ഇന്ദിരാ മാം പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് സംസാരിക്കുന്നത്. ചിലപ്പോ എല്ലാവരുടെ അടുത്തും അങ്ങനെ ഉണ്ടാവൂല. അത് നമുക്കേ അറിയുള്ളൂ, അവർക്ക് അറിയുന്നില്ല. അതെ അതെ നമുക്ക് ഒരു സ്പേസും നമുക്കൊരു വാല്യൂസും തരുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഇങ്ങനെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും, അല്ലെ? അതെ അപ്പോ അങ്ങനെയുള്ളിടത്ത് നമ്മളത് ചെയ്യുക. അത് ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം അങ്ങനെ ആയിരിക്കും. അതായത് നമ്മളുടെ ആ ഒരു രീതി അവർക്ക് ഇഷ്ടമില്ല. അതെ അപ്പൊ അത്രയും കൊടുത്താൽ മതി അവർക്ക്. അപ്പൊ നമ്മള് അതെ ആളിട്ട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോ ഇപ്പൊ ഈ പറയുമ്പോ നല്ല ഫ്രണ്ട്സ് ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന ആളുകൾക്ക് കുറച്ച് കഴിയുമ്പോൾ സംസാരത്തിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല. ചിലപ്പോ നമ്മൾ അതെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്ക് എന്താ തോന്നുക, അവർ ചിലപ്പോ ചിന്തിക്കുന്നത് അവര് ഇങ്ങനെ സ്വയം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ നമ്മളെ ഉള്ളിൽ അത് നമുക്കറിയാവുന്ന കാര്യം പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ആ സ്ഥാനത്ത് അതെ നമുക്ക് തീരെ അറിയാത്ത കുറച്ച് ആളുകളുണ്ടാവും. ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഗ്രൂപ്പ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പേഴ്സണലി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അറിയില്ല. പക്ഷെ നമ്മൾ അവർക്ക് ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് കൊടുക്കുന്നുണ്ട്, ഇല്ലേ? നമുക്ക് ഇത് അങ്ങനെയാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പൊസിഷനാണുള്ളത് കൊണ്ട് നമ്മൾ ഒരു റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇന്ദിരാ മാമിനെ നമ്മൾ അന്ന് കണ്ടതായിരുന്നു, അന്ന് അല്ലെ? സാറിന് ഗിഫ്റ്റ് കൊടുത്ത ആളല്ലേ? അതെ 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 അതെ. അപ്പൊ ആളുടെ സംസാരം നമുക്ക് കേട്ടപ്പോ കുറെ നേരം ഇങ്ങനെ സംസാരിച്ച് നല്ല നമ്മൾ കേട്ടിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെ ശരിക്കും അതെ, നല്ല നല്ല രീതിയിലാണ് സംസാരിച്ചത്. നമുക്ക് ഇഷ്ടമുണ്ടായിരുന്നു, നമ്മളത് പറയുകയും ചെയ്തു. അതെ അതെ ശരിക്കും എനിക്ക് ഭയങ്കര ഇതായിരുന്നു. ആണത് അല്ല, നമ്മളെ ഫ്രണ്ട്സിനൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ചിലപ്പോൾ ഓൺലൈനായിട്ട് കിട്ടുന്ന കുറെ ഫ്രണ്ട്സ് നമുക്ക് തീരെയും നമ്മൾ വിചാരിക്കാത്ത അത്രയും നമ്മളോട് കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളവർ വരും. അതല്ല നമ്മളെ മുന്നിൽ നടക്കണ നമ്മളെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും ചിലപ്പോൾ അത്രത്തോളം ആ ഒരു വാല്യൂ നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊണ്ടില്ല. ശരിക്കും അപ്പൊ അതിനെ ശരിക്കും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ആ രീതിയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കാം. നമ്മുടെ മുന്നിലിരിക്കുന്ന ആള് അങ്ങനെയാണ്, അവർക്ക് താല്പര്യം അതാണ്, അപ്പൊ അത് കൊടുത്താൽ അതെ മതി. അവിടെ അതെ നമ്മളെ ഫീലിങ്സോ അതൊന്നും കൊണ്ടുവരണ്ട. അത് അവരുടെ ആ ഒരു ഇതാണ്. അപ്പൊ അവരുടെ അനുസരിച്ചിട്ട് നമ്മൾ നിൽക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചാൽ മാത്രം മതി. ശ്രമിക്കാം. അവിടെ അതെ നമ്മൾക്ക് ഫീലിങ്സ് വരണ്ട. നമ്മളെ മനസ്സിലാക്കുന്ന നമ്മളുടെ ആ ഒരു ടൈമിന് അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിന് വാല്യൂ തരുന്ന ആളുകൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അവരിലേക്ക് നമ്മള് കൊടുക്കാം. അത്രേ ശ്രദ്ധ ഉള്ളൂ. കൊടുക്കാം അതെ അതെ, അത്രയും തന്നെ ശരിക്കും. നമുക്ക് അതെ ചെയ്യാം. അതെ ബാക്കിയെല്ലാം ബെസ്റ്റ് ആണ്. കാരണം ഇന്ദിരാമിന്റെ കാര്യത്തിൽ നമുക്ക് കണ്ടതുകൊണ്ട് ശരിക്കും ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ഇത്ര നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്ന നല്ലൊരു സ്കില്ലാണ്. അത് അതെ, വേണ്ടടുത്ത് മാത്രം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ചെയ്യാനുള്ളത്. എപ്പോഴും ശരിക്കും അങ്ങനത്തെ എനിക്ക് നമുക്ക് എല്ലാവർക്കും അനുഭവപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ചുറ്റുള്ളവര് നമ്മുടെ ഒരു കഴിവുകളോ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു സംസാര രീതി ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതെ ചിലപ്പോ അവർക്കൊരു ഈഗോസ് ഒക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ എന്താന്ന് വെച്ചാൽ അവരുടെ നെഗറ്റീവ്സ് നമ്മൾ പറയുന്നില്ല. നമ്മളോട് അതെ സംസാരിച്ചു, ഓ ഞാൻ ഇത്ര ഇത് കാര്യമായിട്ട് നീ എന്താ ഇങ്ങനെ എന്ന് നമ്മള് ആ ഒരു നെഗറ്റീവ് നമ്മുടെ വാക്കുകളിൽ നിന്ന് അവർക്ക് കിട്ടുന്നില്ല. അതെ പക്ഷെ അവരത് തരുന്നുണ്ട്. അപ്പൊ നമ്മൾ അവിടെ എന്താ ചെയ്യാ, ഈ പറഞ്ഞ പോലെ അതന്നെയാണ്. കുറെ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഫീൽ, അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു വാല്യൂസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യണത്. അവരെന്താ അതെ എന്റെ ഫ്രണ്ട് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ അതെ നമ്മൾ അവിടെ വേറെ ഒന്നും വെക്കണ്ട. അവർക്ക് ചിലർക്ക് ഇങ്ങനെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ആൻസർ മതി. മതി.
ചില ആളുകൾക്ക് ഇപ്പൊ നമ്മളൊക്കെ ഇതുപോലെ ഇങ്ങനെ സംസാരിക്കുമ്പോ ചില ആളുകൾ പറയും നമ്മളെ കുറച്ചും കൂടെ കുറെ നേരം കൂടെ കേട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മളെ സംസാരം ഭയങ്കര ഇഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതേ സ്ഥാനത്ത് ചില ആളുകൾക്ക് ഇങ്ങനെ നീട്ടി പറയുന്നത് ഇഷ്ടമുണ്ടാവൂല. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുമ്പോ ഫസ്റ്റ് ടൈമില് മനസ്സിലാവുമ്പോ നമുക്കത് അങ്ങനെ അങ്ങോട്ട് വിട്ടു കളയാം. ഇപ്പൊ ഇന്ദിരാ മാം ഇവിടെയൊക്കെ വന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഫീലിങ്സും മാറുന്ന തോന്നുന്നത്. കാരണം നമ്മളെല്ലാരും അല്ലേ, നമുക്ക് ഒരുവിധം എല്ലാവർക്കും ഇപ്പൊ സംസാരിച്ചാലും നമുക്ക് അതെ. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാം. താങ്ക് യു മാം. ഒബ്സർവ് ചെയ്ത് പെരുമാറുക എന്നുള്ളേ ഉള്ളൂ. ഇന്നോട്ട് ഫിൽറ്റർ ചെയ്യുക. ആരോടൊക്കെ നമ്മള് മനസ്സ് തുറക്കണം. നമ്മുടെ കാര്യം ഒരുപാടങ്ങ് പറയാതെ അങ്ങനെ ശ്രദ്ധിക്കുക. അവരെ ഇതൊരു കേൾവിക്കാരിയാവാം. ഇന്നോട്ട് അത് പ്രാക്ടീസ് ചെയ്തോട്ടോ. മാം പൊളിക്കും. ഇന്ദിരാ മാം കേട്ടോ. താങ്ക് യു മാം, താങ്ക് യു. ഇതൊക്കെ മനസ്സിലാക്കിയത് എന്താ എപ്പോഴറിയോ, ഇതൊക്കെ നമ്മൾ അങ്ങോട്ട് സംസാരിച്ചപ്പോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും, നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ, അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ അപ്പൊ അവിടെ ഞാൻ ചിന്തിച്ചത് എന്താ വെച്ചാല്, നമ്മൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാനുള്ള ഒരു സ്പേസ് ആണ്. തിരിച്ചും അതേപോലെ തന്നെയായിരുന്നു. പക്ഷെ അവരെടുത്ത രീതി ശരിയായിരുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. കാരണം ഒരു പോയിന്റ് എത്തുമ്പോ എപ്പോഴും ഒരു അനാലിസിസ് വരുമല്ലോ, അവിടെയാണ് ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ടത്. അപ്പൊ അവിടെ ഒരു ചർച്ച വരും. നമ്മള് എല്ലാരോടും അങ്ങനെയാണ് സംസാരിക്കുന്നത്, പക്ഷെ അങ്ങനെ ആയിരിക്കില്ല നമ്മൾ സംസാരിക്കുക. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എന്നോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ എന്തേലുള്ള ഈ ഇത് കൊടുത്തപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയല്ല, ഞാൻ ശരിക്കും വോയിസ് തിരിച്ചിട്ട് കൊടുത്തു, ഫോർവേഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ അവർക്ക് കുഴപ്പമില്ല. അത് നമ്മള് ആ സ്പോട്ടിൽ പറഞ്ഞ കാര്യങ്ങൾ അവര് ചിന്തിച്ച് അവരോട് എങ്ങനെയാണോ പെരുമാറുന്നത് നമ്മളെല്ലാവരോടും അതേ രീതിയാണ്. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അതിലിങ്ങനെ കിടന്ന് കളിക്കുക. കാരണം അത് നമ്മളെ വീണ്ടും അപ്പം മറ്റേ മാം പറഞ്ഞ പോലെ എന്താ പറയാ, നമ്മളോട് ആ ഒരു പ്രതീക്ഷ കുറച്ച് അധികമായി പോയി എന്റേത്. അതാണ് ഉണ്ടായത്. നമ്മള് അതെ പഠിച്ച്, അത്യാവശ്യത്തിന് പഠിച്ച്. എനിവേ താങ്ക് യു മാം. അനുഭവം ഗുരു അല്ലേ. കാര്യം കൂടെ, അതായത് നമ്മളെ ചില ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞ കുറച്ചും കൂടെ നമ്മളോട് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അതായത് നമ്മൾ വേറെ അവരെക്കാളും കൂടുതൽ ഫ്രീ ആവുന്നത് അല്ലേ, അങ്ങനെയൊക്കെ വരുമ്പോ അതില് ഒരു ഇത് തോന്നുമ്പോഴായിരിക്കും ചിലപ്പോ അവരെക്കാളും ലാസ്റ്റ് ഇപ്പൊ റീസെന്റ് ആയിട്ട് പരിചയപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോ ചില ആളുകൾക്ക് ഒരു ഈഗോ പോലെ അതൊക്കെ വരുമ്പോ ഇതെന്താ ഇങ്ങനെ, അല്ലെങ്കിൽ അതിന്റെ ആവശ്യമുണ്ടോ, അവരോട് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിലപ്പോ നമ്മളില് അവരൊരു ഇതെടുക്കുന്നതായിരിക്കും, ആ ഒരു സ്വാതന്ത്ര്യം ഫ്രീഡം എടുക്കുന്നതായിരിക്കാം. അപ്പൊ നമ്മളെന്താന്ന് വെച്ചാല് അങ്ങനെ തോന്നുമ്പോ, അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാതെ അങ്ങനെയല്ല ഇങ്ങനെയാണ്, ഈ ഒരു കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോ അങ്ങനെയാണല്ലോ, ചില കാര്യത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ കുറച്ച് അധികം ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ പിന്നെ ചില ആളുകൾ നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണ്, ഇങ്ങനെ അതിനാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചില റിലേഷൻ കറക്റ്റ് ആയിട്ട് തിരിച്ചറിയണമെന്നുണ്ടെങ്കില് സംസാരിച്ചിട്ട് നമ്മളെ ഭാഗത്തു നിന്നുള്ള ഒരു സംസാരം ഒന്ന് കുറച്ച് കഴിയുമ്പോ ഈ ചില ആളുകൾക്ക് പോവും, ഗ്യാപ്പ് ഇടും. നമ്മുടെ എഫേർട്ട് കൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടാവാം. നമ്മളെ വിചാരം അവര് നമ്മളത്രയും വാല്യൂ കൊടുക്കുമ്പോ അവർക്ക് അതുപോലെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ ഇതുപോലെ കേൾക്കുമ്പോ നമ്മൾ ജസ്റ്റ് ഒരു ഗ്യാപ്പ് അവിടെ, അല്ലെങ്കിൽ ആ സംസാരം ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ നമ്മളെ വന്നോളന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മളും ഉണ്ടായി കഴിഞ്ഞാൽ പോകാവുന്ന ഒരു റിലേഷനെ നമ്മൾ തമ്മിലുള്ളൂ. അപ്പൊ ഇതാണ് കുറെ റിലേഷൻ നമുക്ക് ഉള്ളത്. കുറെ റിലേഷൻ നമുക്ക് എടുക്കാനും അതുപോലെ തന്നെ ഇഗ്നോർ ചെയ്യാനും പറ്റുന്നുണ്ട്. ശരിക്കും നമ്മൾ ആ ഒരു വേണ്ടത് അത്യാവശ്യമായിട്ട് നമ്മളെ ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് കുറച്ചും കൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ അവരോട് മിണ്ടാതിരിക്കണം എന്നല്ല, ആ ഒരു കോണ്ടാക്ട് നിലനിർത്തിക്കൊണ്ട് ചിലത് നമ്മൾ അടുപ്പിച്ച് വെക്കേണ്ടി വരും, ചിലത് നമ്മൾ കുറച്ചകത്തി, അത് നമുക്ക് നല്ലതിനായിരിക്കും.
ഇപ്പൊ മാം പറഞ്ഞ അതെ. പോലെ വലിഞ്ഞു പോകുന്ന ഒരു ഇതെന്ന് പറയുമ്പോ അത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഒരു ഇതിൽ ചേഞ്ച് വരുമ്പോ അയ്യോ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നീ അങ്ങനെയാണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആളുകളാണ് ശരിക്കുള്ള അതെ. നമ്മളുടെ ഒരു ഫ്രണ്ട്സ്. ചില അത് ആളുകൾക്ക് തന്നെ. നമ്മൾ ഒരേ ലെവലിൽ നിന്നിട്ട് ജസ്റ്റ് ഒന്ന് ഉം. ഉയർന്നു നിൽക്കുന്നത് കാണുമ്പോ ഉണ്ടാവും. അതെ. അതൊന്നും നമുക്ക് എന്താ ഇങ്ങനെ ഇതില് മനസ്സിലാവില്ല. ഇവരെ പുറമേ നിന്നുള്ളൊരു ഇത് കാണിക്കൂലല്ലോ. ചിലർക്ക് അതെ അത് അതെ. ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ അങ്ങനെ ആണ്. അത് നാച്ചുറൽ ആയിട്ട് പലതിലും സംഭവിക്കുന്ന ഒരു കാര്യമാണെന്ന് മാത്രം മനസ്സിലാക്കുക. അവിടെ അതെ. നമുക്ക് അവരോട് ഒരു ഫീലിങ്ങോ ഒരു വിഷമോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. നമ്മള് നമ്മുടേതായ രീതിയിൽ മുന്നോട്ട് പോവാ. അവിടെ നമ്മൾ അതെ. കുറച്ച് നോക്കിയും കണ്ടും നിൽക്കുക, ആളുകളെ സെലക്ട് ചെയ്യുക. ഓരോ ദിവസവും നമ്മളുടെ ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാനായിട്ട് ബോധപൂർവം പരിശ്രമിക്കും അല്ലെ? ഷെജില മാം പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് ആ ഓരോ റിലേഷനിലും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാം. ആ അതെ ബൗണ്ടറി നമുക്ക് മനസ്സിലാവും ഇങ്ങനെ ആസ് വി ഗോ അതെ. ഏതാണ് അതിന്റെ ബൗണ്ടറി എന്നുള്ളത്. ഇപ്പൊ നേരത്തെ ഇന്ദിരാ മാം പറഞ്ഞ പോലെ വർക്ക് ഉം. പ്ലേസിലുള്ള റിലേഷൻസ് ചില റിലേഷൻസ് നല്ലതായിരിക്കും, അതെ. ചിലത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഉം. അങ്ങനെയുള്ളവരെ വർക്ക് പ്ലേസിൽ വിട്ടിട്ട് തിരിച്ചിട്ട് വരിക. അതെ. ഒന്ന് അത് തന്നെ. ഫിൽട്ടർ ചെയ്യാം അല്ലെ? അതെ അതെ, ബൗണ്ടറി വേണം. അതിപ്പോ നമ്മളെ പാരന്റ്സ് ആണെങ്കിലും ഈവൻ നമ്മുടെ പാർട്ട്ണർ ആണെങ്കിലും ശരിക്കും. ആരാണെങ്കിലും നമ്മളൊരു ബൗണ്ടറി വെക്കുക. അതെ. അതിനകത്തേക്ക് അത് നമ്മൾ മാത്രം കയറിയാൽ മതി, അതെ. വേറെ ആരും നമുക്ക് കയറണ്ട. സെൽഫ് ലവ് ഉണ്ടെങ്കിൽ നമ്മളത് നമ്മളെപ്പോഴും ഒരു നമ്മളായിട്ടുള്ള സ്റ്റാൻഡിങ് മൈൻഡിലായിരിക്കണം. ഔട്ട്സ്റ്റാൻഡിങ് അതെ വേണം. ശരിക്കും. അപ്പൊ ഇന്ന് തൊട്ട് നമുക്കത് പരിശ്രമിക്കാം, പരിശീലിക്കാം. അങ്ങനെ നമ്മുടെ ഒരു പുതിയ ബെസ്റ്റ് വേർഷൻ നമുക്ക് പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. അപ്പൊ നമുക്ക് അതിന്റെ ചെയ്യാം അല്ലേ സജില മാം? അതിന്റെ പിയാണ്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. Thank you, Chishama. Your Bye. class was very marvelous, energetic, interesting. താങ്ക് യു താങ്ക് യു എല്ലാവർക്കും മാം. ഒരു ഓക്കെ.